ആകാംക്ഷ. ഇനി നമ്മൾ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ സീറ്റുകളിൽപ്പെട്ട ഉദുമയിലേക്കാണ്. ഉദുമ നാളിതുവരെ CPM മാത്രം കൈവശ കുത്തകയാക്കി വെച്ചൊരു മണ്ഡലമൊന്നുമല്ല. മുമ്പ് KP കുഞ്ഞിക്കണ്ണനടക്കം കോൺഗ്രസിന് വേണ്ടി ജയിച്ച മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞൊരു 3-4 പതിറ്റാണ്ടുകൾ എടുക്കുകയാണെങ്കിൽ അവിടെ സ്ഥിരമായി CPM ആണ് ജയിച്ചു വരുന്നത്. സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് വന്നാൽ CH കുഞ്ഞമ്പു 4-ാം മൂഴമാണ് ഉദുമയിൽ. UDFന് വേണ്ടി K നീലകണ്ഠൻ, BJPക്ക് വേണ്ടി മനുലാൽ മേലോത്ത് എന്നിവരാണ് മത്സരിക്കുന്നത്. ഉദുമയിൽ 35 വർഷത്തിന് ശേഷം അട്ടിമറി വിജയം പ്രതീക്ഷിക്കുകയാണ് UDF. സിറ്റിംഗ് MLA CH കുഞ്ഞമ്പുവിലൂടെ തുടർച്ചയായ 8ാം വിജയം നേടാനാവുമെന്ന അവകാശവാദത്തിനിടയിലും LDFിൽ ആശങ്കകൾ ഏറെയാണ്. മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളിലാണ് ഇരു മുന്നണികളുടെയും പ്രതീക്ഷ. അപ്പോൾ ഏത് തരത്തിലുള്ള അട്ടിമറി സാധ്യത ഉദുമയിലുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞൊരു 4 തെരഞ്ഞെടുപ്പുകളിൽ ഉദുമയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. 2016 നോക്കൂ, LDF ജയിച്ചത് 3968 വോട്ടിന് മാത്രമാണ്. 2021 13,322 വോട്ടാക്കി CH കുഞ്ഞമ്പു തന്റെ ലീഡ് ഉയർത്തുന്നുണ്ട്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താന് ഉദുമയിൽ നിന്ന് ലഭിച്ച ലീഡ് നോക്കൂ, 9,500 വോട്ടാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 860 വോട്ടിന്റെ ലീഡ് അവിടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലം LDFന് അനുകൂലമാണെങ്കിൽ അതിനുശേഷം 2021 ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലെ ഫലം UDFനും അനുകൂലമാണ്. അതുകൊണ്ട് ഒരു അട്ടിമറി സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അട്ടിമറിക്ക് അനുകൂലമായ ഘടകങ്ങളും പ്രതികൂലമായ ഘടകങ്ങളും. അട്ടിമറിക്ക് അനുകൂലം SIR നേട്ടമാവുക UDFന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശത്തിൽ 3 പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. ഇതുവരെ UDFന് കിട്ടാത്ത 3 പഞ്ചായത്തുകൾ ഉദുമയിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന വലിയ ആത്മവിശ്വാസം അവിടെ UDF പങ്കുവെക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് മറ്റു ഘടകങ്ങൾ, അട്ടിമറിക്ക് അനുകൂലമായ മറ്റു ഘടകങ്ങൾ? പെരിയ ഇരട്ടക്കൊല വിധിക്ക് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. പെരിയ ഇരട്ടക്കൊല എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളത് വലിയ ആകാംക്ഷയുള്ള സംഗതിയാണ്. അത് UDFന് അനുകൂലമായി വരുമെന്ന് UDF കേന്ദ്രങ്ങൾ പറയുന്നു. LDF അനുകൂല വോട്ടുകളിലെ പ്രകടമായ മാറ്റം അവിടെ UDFന് തുണയാകുമെന്ന് UDF ക്യാമ്പ് വിശ്വസിക്കുന്നു. കാലങ്ങളായി തുടരുന്ന മുന്നണിയോടുള്ള മടുപ്പും ഇക്കുറി UDF ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ്. അങ്ങനെ അട്ടിമറിക്ക് അനുകൂലമായി ഇത്രയും ഘടകങ്ങളുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവിടെ LDF ക്യാമ്പിന് അനുകൂലമായ എന്തെല്ലാം ഘടകങ്ങളുണ്ട് എന്നതുകൂടി നോക്കാം. UDF സ്ഥാനാർത്ഥി നിർണയത്തിലെ ഭിന്നത. K നീലകണ്ഠൻ എന്ന സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് അവസാനമാണ്. കുറേയേറെ തർക്കങ്ങൾക്കും ഭിന്നതകൾക്കും ഒടുക്കമാണ് UDFും കോൺഗ്രസും K നീലകണ്ഠനിലേക്ക് എത്തിയത്. അത് ഒരു സേഫ് ലാൻഡിംഗ് സ്ഥാനാർത്ഥിക്ക് നൽകുന്നതിൽ വലിയ പരാജയം സംഭവിച്ചു UDFന് എന്നുള്ള വിലയിരുത്തൽ അവിടെയുണ്ട്. LDF സ്ഥാനാർത്ഥിയുടെ ജനകീയത, CH കുഞ്ഞമ്പു എന്ന ജനകീയ സ്ഥാനാർത്ഥിയുടെ ജനകീയത ഈ അട്ടിമറി സാധ്യതകളെയെല്ലാം തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള ഒന്നാണെന്ന് LDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. ഇനി ബേഡകം, കുറ്റിക്കോൽ പഞ്ചായത്തുകളിലെ CPM ആധിപത്യവും തുണയാകുമെന്ന് LDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. ഇനി ഞങ്ങളുടെ പ്രതിനിധി ഷഫീഖ് നസ്രുള്ളയിലേക്ക്. ഷഫീഖ്, ഉദുമയുടെ കാര്യം മുമ്പും നമ്മൾ സംസാരിച്ചിരുന്നതാണ്. അപ്പോൾ ഉദുമ CPMന്റെ LDFന്റെ ഒരു കോട്ടയായി കണക്കാക്കപ്പെടുന്ന ആ മണ്ഡലത്തിൽ ഇക്കുറി ഒരു അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്താണ് ഉദുമ കാത്തുവച്ചിരിക്കുന്നത്? വോട്ടെടുപ്പിന് ശേഷം, എക്സിറ്റ് പോളിന് ശേഷം 3 മുന്നണികളുടെയും പ്രതീക്ഷ എങ്ങനെയാണ് ഉദുമയിൽ? സൈഫുദ്ദീൻ, ഉദുമ ഒരു LDFന് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി വിജയിച്ചു വന്ന മണ്ഡലമാണെങ്കിൽ പോലും LDFന്റെ ഒരു കോട്ടയാണ് എന്ന് പറയാൻ കഴിയില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ UDFനെ പിന്തുണക്കുന്ന അതേ മണ്ഡലം, അതേ വോട്ടർമാർ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ മണ്ഡലത്തിൽ LDFനെയാണ് പിന്തുണക്കാറുള്ളത്. UDF കേന്ദ്രങ്ങളിൽ നിന്ന് പോലും LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടുന്ന ഒരു പ്രത്യേകത ഈ ഉദുമ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തുടർച്ചയായി വിജയിച്ചു വരുന്നു LDF ക്യാമ്പിൽ തന്നെ ഇത് LDFന് ഉറച്ച ഒരു മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്നില്ല. മറിച്ച് UDFന് അനുകൂലമാവുന്ന വോട്ടുകൾ പോലും പിടിച്ചെടുത്ത് വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്നതാണ് LDFന്റെ ഒരു കണക്കുകൂട്ടൽ. UDFന് വലിയ സ്വാധീനമുള്ള ഗ്രാമപഞ്ചായത്തുകൾ ഈ മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം ബേഡകവും കുറ്റിക്കോൽ പോലെ CPMന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളുണ്ട്. ഈ ഗണത്തിൽ ഇത്തവണ 35 വർഷത്തെ തുടർച്ചയായ വിജയത്തിനു ശേഷം LDFനെ സംബന്ധിച്ചിടത്തോളം ഒരേ മുന്നണി ഭരിക്കുന്നു, ഒരേ മുന്നണിയുടെ പ്രതിനിധി ഉണ്ടാവുന്നു എന്ന ഒരു മടുപ്പ് ഈ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ചെമ്മനാട് പഞ്ചായത്ത് വലിയ തോതിൽ UDFനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്തുണക്കുന്ന വോട്ടർമാരാണ്. പക്ഷേ ആ പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനാണ് ലഭിക്കാറുള്ളത്. ഇത്തവണ അത്
UDF-ന് തന്നെ തുണയാവും എന്നതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മവിശ്വാസം പകരുന്നത്. SIR-ന്റെ വോട്ട് പുതുക്കിയ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇരട്ട വോട്ടുകൾ, മരണപ്പെട്ടവരുടെ വോട്ടുകൾ, സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ ഒഴിവാവുകയും പുതിയ വോട്ടുകൾ ചേർക്കപ്പെടുകയും ചെയ്ത SIR-ൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് UDF-നാണ് എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഉദുമയിൽ കടന്നുകൂടാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് UDF വെച്ച് പുലർത്തുന്നത്. പക്ഷേ ആ രൂപത്തിൽ LDF പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലില്ല. CH കുഞ്ഞമ്മുവിൻ്റെ ജനകീയത, അതോടൊപ്പം തന്നെ ബേഡകം കുറ്റിക്കോൽ പഞ്ചായത്തിൽ പാർട്ടിക്കുള്ള CPM-നുള്ള വലിയ സ്വാധീനം, അതൊക്കെ ഇത്തവണയും ഗുണം ചെയ്യും. ഇത് മറികടക്കാൻ ആവും എന്നൊരു പ്രതീക്ഷ LDF ക്യാമ്പിലുണ്ട്. ഈ രണ്ട് വാദങ്ങൾക്കും വലിയ ഒരു വ്യത്യാസം വരുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 35 വർഷത്തിന് ശേഷം ലഭ്യമാവുന്ന, വിജയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇത്തവണയുണ്ട് എന്നത് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു അട്ടിമറി ഭീഷണി ഇല്ലാതാക്കാൻ CH കുഞ്ഞമ്പുവിന്റെ ജനകീയതയിലൂടെ കഴിയുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമാകാൻ ഉദുമയിൽ അവസാനത്തെ വോട്ടും എണ്ണിക്കഴിയണം. മെയ് 4 വരെ കാത്തിരിക്കാം.